വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ തനുശ്രീ. പ്രധാന വാർത്തകൾ. കുർബാന തർക്കത്തിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി കെ സുരേന്ദ്രൻ. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭയടക്കം 4 പുതുമുഖങ്ങൾ. ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്ക് ദർശനത്തിന് ശബരിമല അയ്യപ്പ സന്നിധി ഒരുങ്ങി. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് 14ാം വാർഷിക സമ്മേളനം നടന്നു. RJD LDF വിടുമെന്ന പ്രചരണത്തിലും ചർച്ചകളിലും നിലപാട് വ്യക്തമാക്കി KP മോഹനം MLA. വാർത്തകൾ വിശദമായി. കുർബാന തർക്കത്തിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. കുർബാന തർക്കത്തിന്റെ പേരിൽ എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനമായ കൊച്ചിയിലെ മേജർ ആർച്ച് ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ചു കയറി സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ 3 കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയാണ് വൈദികർക്കെതിരെ പുതിയ കേസുകൾ. നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയതിന് 21 വൈദികർക്കെതിരെ കേസെടുത്തു. SI അടക്കമുള്ള പോലീസുകാരെ ആക്രമിച്ചതിന് 20 വൈദികർക്കെതിരെയും കേസെടുത്തു. വഴി തടഞ്ഞ് സമരം ചെയ്തതിനും കേസുണ്ട്. ഇതോടെ ബിഷപ്പ് ഹൌസ് സംഘർഷത്തിൽ മൊത്തം 4 കേസുകളാണ് വൈദികർക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. പത്തനംതിട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പത്തനംതിട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. പട്ടികജാതി പെൺകുട്ടികൾക്കെതിരെ പീഡനം നടക്കുന്നുവെന്നും മറ്റൊരു സംസ്ഥാനത്തും ഇത്രയധികം ക്രൈം നടക്കുന്നില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടി ഇത്രയും ഭീകരമായി കേരളത്തിൽ പീഡിപ്പിക്കപ്പെട്ടിരിക്കുന്നു. വർഷങ്ങളോളം കൊണ്ടു നടന്ന് ഉന്നതരായ വ്യക്തികൾ അവരെ ഉപദ്രവിച്ചിരിക്കുകയാണ്. കേരളത്തിലാണ് ഇത് നടക്കുന്നത്. സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ നമ്പർ 1 ആണെന്നും ബോച്ചയെ പിടിച്ചു എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. എവിടെയായിരുന്നു കേരളത്തിലെ അന്വേഷണ ഏജൻസി? ദേശീയ വനിതാ കമ്മീഷനും പ്രധാനമന്ത്രിയുടെ ഓഫീസുമൊക്കെ അറിഞ്ഞതിന് ശേഷമാണ് കേരള പോലീസ് അറിഞ്ഞത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തർക്കവുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പ്രതികരിച്ചു. കോൺഗ്രസിൽ 6 മന്ത്രിമാരുണ്ട്. തെരഞ്ഞെടുപ്പിന് 1.5 കൊല്ലം മുൻപേ ഇങ്ങനെ പോയാൽ എന്താകും ഗതി? സമുദായ സംഘടനകൾ എന്തു ചെയ്തിട്ടും കാര്യമില്ല. കോൺഗ്രസിന്റെ വിനാശത്തിലേക്ക് പോകും, അദ്ദേഹം വ്യക്തമാക്കി. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭയടക്കം 4 പുതുമുഖങ്ങൾ. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭയടക്കം 4 പുതുമുഖങ്ങൾ. യു പ്രതിഭ MLA, MS അരുൺകുമാർ എന്നിവർ ജില്ലാ കമ്മിറ്റിയിൽ. മാരാരിക്കുളം ഏരിയ സെക്രട്ടറി രഘുനാഥ്, ആലപ്പുഴ ഏരിയ സെക്രട്ടറി അജയ് സുധീന്ദ്രൻ എന്നിവരെയും ജില്ലാ കമ്മിറ്റിയിൽ തെരഞ്ഞെടുത്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച പാനൽ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. 5 പേരെ ഒഴിവാക്കി. M സുരേന്ദ്രൻ, G വേണുഗോപാൽ, ജലജ ചന്ദ്രൻ, ശിവദാസൻ എന്നിവരെ ഒഴിവാക്കും. R നാസർ ജില്ലാ സെക്രട്ടറിയായി തുടരും. CPIM ആലപ്പുഴ ജില്ലാ സമ്മേളനം ഇന്ന് സമാപിക്കും. വിഭാഗീയത ശക്തമായ ആലപ്പുഴയിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ കർശന നിരീക്ഷണത്തിലാണ് സമ്മേളന നടപടികൾ പുരോഗമിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഴുവൻ സമയവും പങ്കെടുക്കുന്ന സമ്മേളനം എന്ന പ്രത്യേകതയും ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിനുണ്ട്. തോമസ് കെ തോമസിനെതിരെ ഉയർന്ന വിമർശനത്തിൽ അടക്കം പിണറായി വിജയൻ സമ്മേളനത്തിൽ മറുപടി പറയുകയും ചെയ്തു. സഖ്യകക്ഷികളെ തള്ളിപ്പറയുന്നത് മുന്നണി മര്യാദ അല്ലെന്നും ഇടതുപക്ഷത്തെ എല്ലാ ജനപ്രതിനിധികളെയും ഒന്നിച്ചു കാണണമെന്നും മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു. നേരത്തെ തോമസ് കെ തോമസിനെതിരെ രൂക്ഷ വിമർശനമാണ് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നു വന്നത്. തെക്കും വടക്കും അറിയാത്തവനാണ് കുട്ടനാട് MLA എന്നായിരുന്നു ജില്ലാ സമ്മേളനത്തിൽ വിമർശനം ഉയർന്നത്. കരാറുകാരിൽ നിന്നും MLA പണം വാങ്ങുന്നു, കച്ചവടക്കാരനെ ഇനിയും താങ്ങരുതെന്നും സമ്മേളനത്തിൽ ആവശ്യമുയർന്നു. ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്ക് ദർശനത്തിന് ശബരിമല അയ്യപ്പ സന്നിധി ഒരുങ്ങി. ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്ക് ദർശനത്തിന് ശബരിമല അയ്യപ്പ സന്നിധി ഒരുങ്ങി. അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണം വഹിച്ചുള്ള ഘോഷയാത്ര ഇന്ന് പന്തളം വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ നിന്നും പുറപ്പെടും. തീർത്ഥാടകർക്ക് കൂടുതൽ നിയന്ത്രണങ്ങളുണ്ടാകും. മകരസംക്രമ പൂജയ്ക്കും തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്കുമായി ദേവനെയും ശ്രീലകവും ഒരുക്കുന്ന ശുദ്ധിക്രിയകൾ ഇന്ന് നടക്കും. നാളെ വൈകിട്ട് 5 മണിക്ക് തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ കാർമ്മികത്വത്തിലാണ് പ്രസാദ ശുദ്ധിക്രിയകൾ നടക്കുക. നാളെ ബിംബശുദ്ധിക്രിയകളും നടക്കും. തീർത്ഥാടക തിരക്ക് നിയന്ത്രിക്കാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ നിലവിൽ വരും. പമ്പയിൽ ഇന്നു മുതൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. വെർച്വൽ ക്യൂ ഇന്ന് 70,000-ൽ നിന്നും 60,000-ആയി കുറച്ചിട്ടുണ്ട്. 5,000 പേർക്കായിരിക്കും സ്പോട്ട് ബുക്കിംഗ്.
കഴിഞ്ഞ ദിവസങ്ങളിൽ ദർശനം നടത്തിയ 1 ലക്ഷത്തോളം പേർ സന്നിധാനത്ത് വിരിവെച്ച് കഴിയുന്നുണ്ടെന്നാണ് പോലീസിന്റെ കണക്ക്. അതേസമയം മകരവിളക്ക് ഉത്സവകാലത്തെ ഏറ്റവും കുറവ് തീർത്ഥാടകരെത്തിയത് ഇന്നലെയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ലോക്സഭാ മുൻ എംപിയും മുതിർന്ന നേതാവുമായ രമേശ് ബിദുരിയായിരിക്കും ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലെ BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കെജ്രിവാളിന് എങ്ങനെ കഴിയുമെന്ന് അദ്ദേഹം ചോദിച്ചു. ശനിയാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെക്കുറിച്ച് കെജ്രിവാൾ പരാമർശം നടത്തിയത്. കോൺഗ്രസിനും AAPക്കും ഡൽഹിയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. വോട്ട് ബാങ്കിന് വേണ്ടിയാണ് അവർ ഓരോ ദിവസവും വാഗ്ദാനങ്ങൾ പ്രഖ്യാപിക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു. ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് 14ാം വാർഷിക സമ്മേളനം നടന്നു. ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ചിന്റെ 14ാം വാർഷിക സമ്മേളനം ആക്സ് ജില്ലാ ജനറൽ കൺവീനറും കേരള സ്റ്റേറ്റ് ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ ചെയർമാനുമായ CR വത്സൻ ഉദ്ഘാടനം ചെയ്തു. വിശദമായ ക്ലാസ് എടുക്കാനായിട്ട് ഞാൻ മുതിരുന്നില്ല. കാരണം ആക്സുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പ്രവർത്തകരാണ് എന്റെ മുന്നിൽ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും എന്ന് എനിക്കറിയാം. ആക്സിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ആക്സിന്റെ ഇനിയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. നമുക്ക് നേരത്തെ അനിരുദ്ധ ചേട്ടൻ പറഞ്ഞ പോലെ യുവാക്കള്, അതുപോലെ തന്നെ കൊച്ചുങ്ങൾ, സ്കൂളിൽ പഠിക്കുന്ന കൊച്ചുങ്ങളാണ് ഇപ്പോൾ MDMAയും അതുപോലെ തന്നെ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത് എത്തിക്കുന്ന കാരിയർമാരാകുന്നത് എന്നാണ് പോലീസിന്റെ കണക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അത് നമ്മൾ സ്കൂളുകളുമായി ബന്ധപ്പെട്ട് സ്കൂളിലെ അവയർനെസ് ക്ലാസുകൾ നടത്തുന്നതിനും അതുപോലെ തന്നെ ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് പ്രസിഡന്റ് VV ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു. ട്രഷറർ V അനിരുദ്ധൻ ആമുഖ പ്രസംഗവും രക്ഷാധികാരി അജിത് കുമാർ മല്ലയ്യ മുഖ്യപ്രഭാഷണവും നടത്തി. ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തകരായ ഷാഹിദ് NA, പ്രിൻസി TF എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി KM അബ്ദുൾ സലീം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ബ്രാഞ്ച് ഭാരവാഹികളായ അബ്ദുൾ ഗഫൂർ NA, സിബിൻ ജോണി, നജീബ് PA എന്നിവർ പ്രസംഗിച്ചു. 11 യൂണിറ്റുകളിൽ നിന്നുള്ള പ്രതിനിധികളിൽ നിന്നും 21 എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെ സമ്മേളനം ഐക്യകണ്ഠേന തിരഞ്ഞെടുത്തു. രക്ഷാധികാരി ശ്രീ അജിത് കുമാർ മല്ലയ്യ, പ്രസിഡന്റ് ശ്രീ VV ഫ്രാൻസിസ്, സെക്രട്ടറി KM അബ്ദുൾ സലീം, ട്രഷറർ V അനിരുദ്ധൻ, കൺവീനർ ശ്രീ നജീബ് PA എന്നിവരെ തെരഞ്ഞെടുത്തു. RJD LDF വിടുമെന്ന പ്രചാരണത്തിലും ചർച്ചകളിലും നിലപാട് വ്യക്തമാക്കി KP മോഹനൻ MLA. RJD LDF വിടുമെന്ന പ്രചാരണത്തിലും ചർച്ചകളിലും നിലപാട് വ്യക്തമാക്കി KP മോഹനൻ MLA. RJD മുന്നണിയിൽ ഹാപ്പിയല്ലെന്നും എന്നാൽ LDF വിടില്ലെന്നും KP മോഹനൻ പറഞ്ഞു. മുന്നണി മാറ്റത്തെക്കുറിച്ച് ചിന്തിക്കുന്നേയില്ല. നിലവിൽ അർഹമായ രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടാണ് LDF RJDയെ കൊണ്ടുപോകുന്നത്. മുന്നണി മാറ്റത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്തിട്ടേയില്ല. CPIയേക്കാൾ അംഗബലമുള്ള പാർട്ടി എന്ന നിലയിൽ കൂടുതൽ സീറ്റിന് അർഹതയുണ്ട്. UDF പ്രവേശനം അജണ്ടയിലില്ലാത്ത കാര്യമാണ്. LDFൽ RJDക്ക് അർഹിച്ച പരിഗണന കിട്ടിയിട്ടില്ല. അതിനാൽ തന്നെ മുന്നണിയിൽ RJD ഹാപ്പിയല്ല. RJDയെ പരിഗണിക്കാൻ മുഖ്യമന്ത്രിക്ക് പരിമിതികളുണ്ടെന്നും KP മോഹനൻ പറഞ്ഞു. UDF നേതാക്കൾ അങ്ങോട്ട് വരുന്നല്ലോ എന്ന് ചോദിക്കുന്നുണ്ടെന്നും എന്നാൽ അവരോട് ഒരു തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് RJD എന്ന മറുപടിയാണ് നൽകാറുള്ളതെന്നും KP മോഹനൻ പറഞ്ഞു. LDFൽ തുടരേണ്ടത് രാഷ്ട്രീയ അനിവാര്യതയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റ് ചോദിക്കും. പ്രാതിനിധ്യം കിട്ടാത്തതിനാൽ അണികൾക്ക് വലിയ പ്രതിഷേധമുണ്ടെന്നത് യാഥാർത്ഥ്യമാണ്. ഇടതു മുന്നണിയിലും സർക്കാരിലും എല്ലാം ശരിയാണെന്ന അഭിപ്രായമില്ല. പിണറായി വിജയന്റെ ബലത്തിലാണ് ഇപ്പോൾ മുന്നോട്ടു പോകുന്നത്. എല്ലാവരെയും പരിഗണിച്ചുകൊണ്ട് മുന്നോട്ടു പോകാനായിട്ടില്ല. ഇനി മത്സരിക്കുന്നെങ്കിൽ LDF സ്ഥാനാർത്ഥിയായെന്നും മോഹനൻ പറഞ്ഞു. രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി. രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി. ചാനൽ ചർച്ചകളിൽ നടി ഹണി റോസിനെതിരെ രാഹുൽ ഈശ്വർ മോശം പരാമർശം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി തൃശൂർ സ്വദേശിയാണ് പരാതി നൽകിയത്. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത്. പരാതിയിൽ ഉടൻ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. അതേസമയം രാഹുൽ ഈശ്വറിനെതിരായ ഹണി റോസിന്റെ പരാതിയിൽ പോലീസ് ഇന്ന് കേസെടുത്തേക്കും. പരാതിയിൽ പോലീസ് നടപടി ഊർജിതമാക്കി. ഇന്നലെയാണ് രാഹുൽ ഈശ്വറിനെതിരെ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ നേരിട്ടെത്തി ഹണി റോസ് പരാതി നൽകിയത്.
രാഹുൽ ഈശ്വർ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ രാഹുൽ ഈശ്വറിന്റെ പരാമർശങ്ങളോട് പ്രതികരിച്ച നടി ഉടൻ തന്നെ നിയമ നടപടികൾ സ്വീകരിക്കുകയായിരുന്നു. ബോബി ചെമ്മണ്ണൂരിനെതിരായ കേസിൽ വീണ്ടും മൊഴിയെടുക്കുവാൻ സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ ആയിരുന്നു രാഹുൽ ഈശ്വറിനെതിരെ കൂടി പരാതി നൽകിയത്. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോൺടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവൻ്റെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. ബിജെപിക്ക് എതിരെയും PC ജോർജിന് എതിരെയും വിമർശനവുമായി സന്ദീപ് വാര്യർ. ബിജെപിക്കെതിരെയും PC ജോർജിനെതിരെയും വിമർശനവുമായി കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ഇത്രയും നാൾ കീടനാശിനി വിഷം ഉൽപ്പാദിപ്പിച്ചിരുന്ന BJP PC ജോർജിന്റെ വരവോടെ സയനൈഡ് ഉൽപാദന ഫാക്ടറിയായി മാറിയെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു. CPM നേതാക്കൾ പോലും ഇതുവരെ PC ജോർജിനെ തള്ളിപ്പറഞ്ഞിട്ടില്ല. മുസ്ലിം എന്ന് പേരിലുള്ളതുകൊണ്ട് ലീഗിനെ വർഗീയ പാർട്ടിയെന്ന് വിളിച്ചയാളാണ് താൻ. എന്നാൽ ഇപ്പോൾ അതിൽ സത്യമില്ലായിരുന്നു എന്ന് മനസ്സിലാവുന്നു എന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കേക്ക് വിവാദത്തിൽ ഹമീദ് ഫൈസിക്കെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. കേക്ക് വിവാദത്തിൽ ഹമീദ് ഫൈസിക്കെതിരെ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PMA സലാം. ഭീകരമായ തട്ടിപ്പ് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാനാണ് ലീഗിനെ കുറ്റം പറയുന്നത്. ജനങ്ങൾ ആർക്കൊപ്പം എന്നത് തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായതാണ്. ജനങ്ങൾ അംഗീകരിച്ച രാഷ്ട്രീയമാണ് മുസ്ലിം ലീഗിന്റേത്. പിന്നെ എന്തിനാണ് പഴകിപ്പൊളിച്ച ആരോപണങ്ങൾ ഏറ്റെടുത്ത് നടക്കുന്നതെന്നും സലാം പറഞ്ഞു. ക്രിസ്മസിന് ബിഷപ്പിനൊപ്പം സാദിഖലി തങ്ങൾ കേക്ക് മുറിച്ചതിനെ ഹമീദ് ഫൈസി വിമർശിച്ചിരുന്നു. തലപ്പിള്ളി താലൂക്ക് NSS യൂണിയൻ സംഘടിപ്പിച്ച ആതിര ഉത്സവത്തിൽ വനിതകൾ ആടിത്തിമിർത്തു. തലപ്പിള്ളി താലൂക്ക് NSS യൂണിയൻ സംഘടിപ്പിച്ച ആതിര ഉത്സവത്തിൽ വനിതകൾ ആടിത്തിമിർത്തു. വിവിധ കരയോഗങ്ങളിൽ നിന്നായി ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. മുള്ളൂർക്കര, തയ്യൂർ, മായന്നൂർ എന്നീ കരയോഗങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ ഒന്നാം സ്ഥാനം നേടി. NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് P ഋഷികേശ് മത്സരം ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂർ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. ഒല്ലൂരിൽ KSRTC സ്വിഫ്റ്റ് ബസ് ഇടിച്ച് 2 സ്ത്രീകൾക്ക് ദാരുണാന്ത്യം. റോഡ് മുറിച്ച് കടക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. LC, മേരി എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെ 6:30യോടെയാണ് സംഭവം നടന്നത്. ഇരുവരും പള്ളിയിലേക്ക് പോകുകയായിരുന്നു. ചിയാരത്തെത്തിയപ്പോൾ ഇരുവരും റോഡ് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബസ് ഇടിക്കുകയായിരുന്നു. 2 പേരും സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. തിരുവനന്തപുരത്തേക്ക് പോകുകയായിരുന്നു KSRTC സ്വിഫ്റ്റ് ബസ്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ബസ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ തിങ്കൾ രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ അടച്ചിടും.
സംസ്ഥാന വ്യാപകമായി പെട്രോൾ പമ്പുകൾ തിങ്കൾ രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 12 വരെ അടച്ചിടും. പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷന്റേതാണ് തീരുമാനം. പെട്രോളിയം ഡീലേഴ്സ് നേതാക്കളെ മർദ്ദിച്ചെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. കോഴിക്കോട് HPCL ഓഫീസിൽ ചർച്ചയ്ക്കെത്തിയ പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ നേതാക്കളെ ടാങ്കർ ലോറി ഡ്രൈവേഴ്സ് യൂണിയൻ നേതാക്കൾ കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം. പമ്പുകളിൽ ഇന്ധനവുമായി എത്തുന്ന ലോറി ഡ്രൈവർമാർക്ക് ചായപ്പൈസ എന്ന പേരിൽ 300 രൂപ വരെ നൽകാറുണ്ട്. ഈ തുകയിൽ വർധന വേണമെന്നായിരുന്നു ഡ്രൈവർമാരുടെ ആവശ്യം ഡീലർമാർ അംഗീകരിച്ചില്ല. ഇക്കാര്യം ചർച്ച ചെയ്യാൻ കോഴിക്കോട് എലത്തൂരിൽ ചർച്ച നടന്നു. ഈ യോഗത്തിൽ വെച്ച് ഡീലർമാരെ ഡ്രൈവർമാർ കയ്യേറ്റം ചെയ്തെന്നാണ് ആരോപണം. എന്നാൽ കയ്യേറ്റം ചെയ്തെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ഡ്രൈവർമാർ പറയുന്നു. ചായപ്പൈസ ഏകീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടതെന്നും അവർ പറയുന്നു. ഹണിറോസിന്റെ പരാതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ച് രാഹുൽ ഈശ്വർ. സമൂഹ മാധ്യമങ്ങളിലൂടെ ഹണിറോസിനെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ ഈശ്വർ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഹണിറോസിനെ വിമർശിച്ച് രാഹുൽ ഈശ്വർ സമൂഹ മാധ്യമങ്ങളിലൂടെ രംഗത്തെത്തിയത്. നടിയുടെ വസ്ത്രധാരണത്തിൽ വരെ രാഹുൽ വിമർശിച്ചിരുന്നു. ഇതിനെ തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഹണിറോസിനെതിരെ വ്യാപക പ്രചാരണവും ഉണ്ടായി. ഇത് ചൂണ്ടിക്കാട്ടിയാണ് കൊച്ചി സിറ്റി പോലീസിനെ സമീപിച്ചത്. നടിയുടെ വസ്ത്രധാരണത്തിൽ വരെ രാഹുൽ വിമർശിച്ചിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുർബാന തർക്കത്തിന്റെ പേരിൽ സംഘർഷമുണ്ടാക്കിയതിൽ വൈദികർക്കെതിരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട പോക്സോ കേസുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി കെ സുരേന്ദ്രൻ. CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ യു പ്രതിഭയടക്കം 4 പുതുമുഖങ്ങൾ. ഭക്തലക്ഷങ്ങൾ കാത്തിരിക്കുന്ന മകരവിളക്ക് ദർശനത്തിന് ശബരിമല അയ്യപ്പ സന്നിധി ഒരുങ്ങി. അരവിന്ദ് കെജ്രിവാളിന്റെ പ്രസ്താവനയെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ആക്സ് വടക്കാഞ്ചേരി ബ്രാഞ്ച് 14ാം വാർഷിക സമ്മേളനം നടന്നു. RJD LDF വിടുമെന്ന പ്രചരണത്തിലും ചർച്ചകളിലും നിലപാട് വ്യക്തമാക്കി KP മോഹനം MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.